എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. എൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ നിഷേധവാക്യങ്ങൾ. എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. അത് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് നിഷേധവാക്യങ്ങൾ എന്ന്, അല്ലേ? അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാൻ വെച്ചാൽ, എൻ്റെ വീട്ടിൽ അടുത്തൊരു സംഭവം ഉണ്ടായി. എൻ്റെ വേണ്ടപ്പെട്ട ഒരടുത്ത ബന്ധുവിൻ്റെ മകള് ഒരുപാട് കല്യാണം വരികയാണെങ്കിലും അത് വേണ്ട നിഷേധിക്കുകയാണ്. വേണ്ടെന്ന് പറയുക. അങ്ങനെ അപ്പോൾ അവർക്ക് സംശയം, ഇവിടെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അച്ഛനമ്മയ്ക്കും ചോദിച്ചൊരു മടി. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത ബന്ധുവാണ്, അതുകൊണ്ട് എന്നോട് പറഞ്ഞു മാമൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടീനെ വിളിച്ച് സ്വകാര്യമായിട്ട് ചോദിച്ചു, നീ ആരെങ്കിലും കോളേജിൽ എങ്ങനെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്തായിരിക്കും ആ കുട്ടിയുടെ മറുപടി? രണ്ട് തരത്തിലെ കുട്ടിക്ക് മറുപടി പറയാം. എന്തൊക്കെയായിരിക്കും ആ മറുപടി? ഒന്നുകിൽ ഞാൻ ഒരാളെ പ്രേമിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല. ആദ്യത്തേത് ഉറപ്പിച്ചുകൊണ്ട്, ചോദ്യം അംഗീകരിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് സംസാരിക്കാം, ഞാൻ ഒരാളെ പ്രേമിക്കുന്നു. അല്ലെങ്കിൽ നിശ്ചയിച്ചുകൊണ്ടും പറയാം, ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല. ആ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കലും, പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കലാണ്. അപ്പോൾ ഇല്ല ചേർന്നിട്ടുള്ള വാചകത്തെ, ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല വാചകം നിഷേധവാക്യത്തിന് ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ ഇല്ല എന്ന് ചേർന്ന് വരുന്ന വാചകമാണ് എൻ്റെ നിഷേധവാക്യങ്ങൾ. അതേസമയം ഞാൻ ഒരാളെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുന്നില്ല, അത് അനിഷേധമെന്നോ ശരിവെക്കുന്ന വാചകങ്ങളെന്നോ എന്നൊക്കെ പറയും. എഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ നിഷേധവാക്യങ്ങളെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ വളരെ സിമ്പിളാണെന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്താൽ മതി? ഇല്ല എന്ന അർത്ഥം വരുന്ന വാചകങ്ങളാണ് നെഗറ്റീവ് സെൻറ്റൻസുകൾ. അതിലില്ല എന്നൊരു വാക്ക് ചേർത്തിട്ടാണ് മലയാളത്തിൽ ഉണ്ടാക്കുക. ചിലപ്പോൾ അല്ല എന്നൊക്കെ വരും. അല്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേധവാക്യങ്ങൾ പറയാം. ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും? അതിന് പകരം നോട്ട് എന്ന വാക്ക്, അല്ലെങ്കിൽ നോ എന്ന വാക്കൊക്കെ, അതായത് ഇല്ല എന്നർത്ഥം വരുന്ന വാക്കുകൾ തുല്യം നോട്ട്, അതിന് തുല്യമായ ചില വാക്കുകളൊക്കെയാണ് ഇംഗ്ലീഷിൽ വയ്ക്കുക. അപ്പോൾ അത് എവിടെ വെക്കണം? ഉചിതമായ സ്ഥലം വെച്ചാൽ മതി. നോട്ട് ഏതാണ് ഉചിതമായ സ്ഥലം എന്ന് ചോദിച്ചാൽ, ഏതൊരു വാചകത്തിലും സഹായിക്രിയ ഉണ്ടായിരിക്കും, വെർബിൽ സഹായിക്രിയ ഉണ്ടായിരിക്കും. ആ സഹായിക്രിയക്ക് ശേഷമായിരിക്കണം വെക്കേണ്ടത്. സഹായിക്രിയക്ക് ശേഷമായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ അവരെ നിഷേധ രൂപത്തിലുള്ള സെൻറ്റൻസായി സിമ്പിൾ. ഇത്രേ പഠിക്കാനുള്ളൂ. കുറച്ച് വാചകങ്ങൾ ഞാൻ എഴുതിയിടാം, അതിന് നിഷേധ രൂപങ്ങളും നിങ്ങൾക്ക് അതിൽ എഴുതിയിടാം. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും കേട്ടോ. അപ്പോൾ നോക്കുക നിങ്ങൾ. ഐ ആം ഗോയിങ് ടു ഫിനിഷ് ദ ക്ലാസ്. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുവാൻ പോകുകയാകുന്നു. ഐ ആം ഗോയിങ് ടു ഫിനിഷ് ദ ക്ലാസ്. ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ പോകുകയാകുന്നു. രാജു, ഈ വാചകം നോക്കാം. രാജു ഹാസ് പാസ്ഡ് ദ എക്സാം. രാജു എക്സാം പാസ്സായിട്ടുണ്ട്. ചിൽഡ്രൻ ഷുഡ് പ്ലേ വിത്ത് ഫയർ. കുട്ടികൾ തീ കൊണ്ട് കളിക്കണം. ഈ മൂന്ന് വാചകങ്ങളും ഒക്കെ വേണം എന്നുള്ള പറഞ്ഞതാണ്. ഐ ആം ഗോയിങ് ടു ഫിനിഷ് ദ ക്ലാസ്, അത് ശരിയാണ് അല്ലേ? ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ല, ഞാനത് നിഷേധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയണം? ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുവാൻ പോകുകയാകുന്നില്ല എന്ന് പറയണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? എന്ത് ചെയ്ത് നോട്ട് ചേർത്താൽ മതി. എവിടെ നോട്ട് ചേർക്കണ്ടേ? നമുക്കറിയാം, ഇവിടെയാണ് നോട്ട് ചേർക്കേണ്ടത്. ഇതിന് ശേഷം നോട്ട് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഐ ആം നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ക്ലാസ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസായി. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിന് എന്താ വേണ്ടത്?
നോട്ട് ഇവിടെ ചേർക്കുന്നത്. രാജു ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ. എന്താണ്? രാജു എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്. പാസ്സായിട്ടുണ്ട് എന്നെ നമ്മളതിൻ്റെ വിപരീതം എന്താ? നെഗറ്റീവ് എന്ത്? പാസ്സായിട്ടില്ല അല്ലേ? രാജു പരീക്ഷ പാസ്സായിട്ടില്ല. ചെറിയൊരു വ്യത്യാസം. ഇവിടെ നോട്ട് എവിടെ ചേർക്കണം? ഹാസ് കഴിഞ്ഞിട്ട് നോട്ട്. രാജു ഹാസ് നോട്ട് പാസ്ഡ് ദ എക്സാമിനേഷൻ. ചിൽഡ്രൻ ഷുഡ് പ്ലേ വിത്ത് ഫയർ. ഈ വാചകം ശരിയാണോ? ഈ കുട്ടികൾ കളിക്കണം. എന്തുകൊണ്ട്? വിത്ത് ഫയർ. ഈ വാചകം ശരിയാണ്, കാര്യം ശരിയല്ല എന്ന് മാത്രം അല്ലേ? കുട്ടികൾ തീ കൊണ്ട് കളിക്കരുതെന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലേ? ഈ വാചകം ശരിയാണ്, പക്ഷെ ഈ കാര്യം ശരിയല്ല. കാര്യം എന്താ? കുട്ടികൾ കളിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാചകം നിഷേധിച്ച് പറയണം നല്ലത് അല്ലെ? കുട്ടികൾ തീ കൊണ്ട് കളിക്കരുത്. കളിക്കണം എന്നുള്ളതിൻ്റെ വിപരീതമാണ് കളിക്കരുത്. അപ്പൊ കളിക്കരുതെന്ന് എഴുതാൻ നമ്മൾ കളിക്കണത്തിന്റെ കൂടെ നോട്ടിട്ട കളിക്കരുതെന്നായി. മനസ്സിലായ? അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനി വരുന്നതിന്റെ ഇവിടെ നോട്ട് വയ്ക്കുക. ചിൽഡ്രൻ ഷുഡ് നോട്ട് പ്ലേ വിത്ത് ഫയർ. കുട്ടികൾ ഇത് വെച്ച് തീ കൊണ്ട് കളിക്കരുത്. അപ്പൊ എല്ലാ വാചകങ്ങളും ആയിക്കഴിഞ്ഞു. അങ്ങനെ ഏത് സഹായിക്കറി എടുക്കാം അല്ലേ? ഹി ക്യാൻ ഡ്രൈവ് ദ കാർ. അവന് കാർ ഓടിക്കാൻ കഴിയും. അതിന് വിരുദ്ധം എന്തായിരിക്കും? ഹി ക്യാൻ നോട്ട് ഡ്രൈവ് ദ കാർ. ഞാൻ നീന്തുമായിരുന്നു. അതിന് പറയാം ഐ വുഡ് സ്വിം. ഞാൻ നീന്തുമായിരുന്നില്ല. ഐ വുഡൻറ്റ് സ്വിം. അങ്ങനെ ഏതിനും ഇത് ഐ നീഡ് ഗോ. എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ എന്ത് വയ്ക്കുക? അതിൻ്റെ പോകേണ്ടതില്ല അല്ലേ? ഐ നീഡ് നോട്ട് ഗോ. അപ്പൊ ഏത് സഹായിക്രിയ ഉണ്ടോ അതിന് ശേഷം വയ്ക്കുക. അപ്പൊ സഹായിക്രിയ എല്ലാ ക്രിയയിലും ഉണ്ടാവും ചോദിച്ചു. ഉണ്ട്, ചിലയിലും മറഞ്ഞിരിക്കുന്നു മാത്രം. അതെപ്പോ അറിയോ നിങ്ങൾക്ക്? നമുക്ക് നോക്കാം. അപ്പൊ വാചകങ്ങൾ നോക്കുക. ഗോ പോകുന്നു, ഗോസ് പോകുന്നു, വെന്റ് പോകുന്നു. ഇതില് സഹായിക്രിയ ഉണ്ടോ? ഇതിൽ മാത്രമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണില്ല. പക്ഷെ ഉണ്ട്, സഹായിക്രിയ ഉണ്ട്. അതേതാ? അതാണ് നമുക്കറിയേണ്ടത്. ഇതിൽ സഹായിക്രിയ ഉണ്ട്. ഗോ പോകുന്നു, ഈ സഹായിക്രിയ ഉണ്ട്, കാണാനില്ല. ഗോസ് സഹായിക്രിയ ഉണ്ട്, കാണാനില്ല. വെന്റ് സഹായിക്രിയ ഉണ്ട്, കാണാൻ. എവിടെ സഹായിക്രിയ? എവിടെ പോയി? ചിലപ്പോൾ ഞാൻ അതായത് പറഞ്ഞത്, ചിലപ്പോൾ നമുക്കതിനെ കാണാൻ പറ്റില്ലയോ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ല. ചിലത് ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. എൻ്റെ വീട്ടിലല്ല, എൻ്റെ അയലോകത്ത്. അവിടെ ഒരു ചേടിത്തേരുണ്ടായിരുന്നു, വയസ്സായതാ. അപ്പോൾ അന്നൊന്നും കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇതില്ല, ക്ലോക്കില്ല. ക്ലോക്ക് റേഡിയോ അത്യാദി കാര്യങ്ങളൊന്നും അന്ന് എൻ്റെ ചെറുപ്പത്തിലില്ല. അതൊരു അതിശയാണ്. അപ്പോൾ അവരുടെ ബന്ധു കൊളംബിലുണ്ട്. കൊളംബിന്ന് കൊളംബല്ല, ബോംബെയിലുണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് ഒരു ക്ലോക്ക് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ വെച്ച്, അത് ചുമരുമ്പോൾ ഇങ്ങനെ ഓടിട്ട് വിടണ ചുമരുമ്പോഴാണ് വെച്ചിരുന്നത്. അവിടുത്തെ ചെടിച്ചേർക്കൻ ചെപ്പടും വൃത്തിയാക്കും, മാറാലൊക്കെ തട്ടില് ഇതാ. അപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലോക്ക് കൊണ്ടുവന്നു. അപ്പോൾ അമ്മവർ പറഞ്ഞിട്ട് മാറാലിയൊക്കെ മാറാച്ചൂല് കൊണ്ട് കിട്ടുമ്പോൾ വലിയൊരു ശ്രദ്ധിച്ചോളോ, കാരണം അമ്മ ഒരു തോട്ടിക്കുള്ള സ്ഥലം, അതൊക്കെ അടുത്തട്ട് കഴിഞ്ഞത് വീണ് പൊട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് നേരെ ഈ ചെടിത്തേർ ഇതിങ്ങനെ തട്ടുമായിരുന്നു. പെട്ടെന്ന് ഈ ഓടുമ്പോൾ ഈ കഴുക്കൂലും മഴ തട്ടിയിട്ട് ഈ തോട്ടിയുടെ തണ്ട് വന്നിട്ട് ചുമ്മാ, അതായത് പാറക്കാലിൻ്റെ ആ കോലില്ലേ, കോലൊന്നൊരു അടി അടിച്ചു. പെട്ടെന്ന് ഈ ചെടിത്തേർ നോക്കി, സൂചിരണം കുറവ്. ചെടിത്തേരൊക്കെ പേടിച്ച് ആകെ പറ്റി അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുള്ള കുര്യത്തെ പ്രശ്നമായി, ഇതിങ്ങനെ സൂചി തട്ടിയതാണ്, സൂചി കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പത്ത് അവൻ സാന്ത്വനിപ്പിച്ചു ചെടിത്തേരെ. പേടിക്കണ്ട, ആ ചെടിത്തേര് 5 മിനിറ്റ് വിഷമിക്കാണ്ട് അത് കണ്ണടച്ചിരുന്നത്. ഞാൻ എപ്പോൾ ശരിയാക്കാരെന്ന് പറഞ്ഞു. 5
എത്തിക്കഴിഞ്ഞപ്പോ ചെടിച്ചേരെ വിളിച്ച് കണ്ടിക്കണ്ട് പോകുന്നില്ലേ, ഇതെങ്ങനെയാ നീ ശരിയാക്കിയ ജോലിയെ? അതായത് 12 മണിയായിരുന്നു സമയം. അപ്പൊ അതിന്റെ സൂചി മറ്റേ സൂചിയുടെ ഉള്ളിലേ പോയത്. അപ്പൊ ആ സൂചി ഉള്ളിലേ പോയ നേരത്തെ തന്നെയാണ് മാറാലത്തൂര് തട്ടിയത്. അത് കാരണം കാണണ്ടായില്ല. അപ്പൊ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അത് മറഞ്ഞിരിക്കാവുന്ന അർത്ഥം. അങ്ങനെയാണ് നേടിച്ചാൽ പിടിച്ചത്. അതുപോലെ ഇതിലുണ്ട്, മറഞ്ഞിരിക്കുകയാണെന്ന് മാത്രമല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാം. ഇതിന്റെ പിരിച്ചു നോക്കിയാൽ മതി, ഈ വാചകത്തെ പിരിച്ചു നോക്കിയാൽ മതി. എങ്ങനെയാണ് പിരിച്ചു നോക്കുക അത് നമുക്ക് നോക്കാം. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. മറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ പോകുന്നു എന്നുള്ളത് പിരിച്ചെഴുതുകയാണെങ്കിൽ പോകുക ചെയ്യുന്നു എന്നുള്ളതാണ്. പോകുക ചെയ്യുന്നു, അതിന്റെ ചുരുക്ക രൂപമാണ് പോകുന്നു. ആ പോകുന്നു ഉള്ളതിൽ ചെയ്യുന്നു എന്നത് സഹായിക്കുകയുണ്ട്. ഗോസ് പോകുന്നു, അതിനും ഗോ പ്ലസ് ഡസ് ആണ് ഗോസ്. ഗോ പ്ലസ് ഡസ് ആണ് ഗോസ്. അതായത് ഇതിലൊന്നും ചേർക്കുന്നില്ല. ഈ ഡസ്സിലെ എസ് ആണ് ഇവിടെ ചേരുന്നത്, ഗോസ് ആയിട്ട് വരുന്നത്. മനസ്സിലായ? ഈ ഡസ്സിലെ എസ് ആണ് അപ്പുറത്ത് ചേരുന്നത്. അതുപോലെ വെന്റ് പോയി, പോയി എന്നുള്ളതിൻ്റെ നമ്മൾ പിരിക്കുമ്പോൾ മലയാളത്തിൽ ഇട്ട പോകുക ചെയ്തു എന്നുള്ളതാണ്. അതായത് പോകുക എന്നുള്ളതിന് ഗോയും ഡിഡാണ് തെറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിഡ് ഗോ പ്ലസ് ഡിഡ് ആണ് ഡിഡ് ഗോ. പോകുകന്റെ ഗോ, ചെയ്തുവിന്റെ ഡിഡ്. അപ്പോൾ ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ അതാണ് വെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഗോ എന്നുള്ള പിരിക്കുമ്പോൾ ഡു ഗോ, എസ് ഇല്ലാത്ത ഇത്. അതായത് ഇപ്പൊ സിമ്പിൾ പ്രസന്റൻസിൽ 2 രൂപം ഉണ്ട് നിങ്ങൾക്കറിയാം. എസ് ചേർന്നിട്ടുള്ളത്, ഏകവചനാകുമ്പോൾ എസ്സും ബഹുവചനാകുമ്പോൾ ഒന്നും ചേർക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് കൂടിയിട്ട് വെർബ്, അതായത് വെർബ് റൂട്ടിനോട് കൂടിയിട്ട്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞ പോകുക, ശരിക്കും അത് ഡു ഗോ എന്നാണ് അതിൻ്റെ അത്. പോകുക ചെയ്യുന്നു എന്ന് വെച്ചാൽ പോകുന്നു. ഇത് ഗോ പ്ലസ് ഡസ്, ഡസ് ഗോ പോകുക ചെയ്യുന്നു, അതിൻ്റെ ചുരുക്കിയിട്ട് ഗോസ് എന്ന് പറയും. ഡിഡ് ഗോ പോവുക ചെയ്തു, അതിൻ്റെ ചുരുക്കമാണ് പോയി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഗോ ഗോസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെന്റ്. ഇതിലാണെങ്കിൽ ഡു വയ്ക്കുക, ഇതിലാണെങ്കിൽ ഡസ് വയ്ക്കുക, ഇതിലാണെങ്കിൽ ഡിഡ് വയ്ക്കുക. അപ്പൊ ഗോലെ സഹായിക്രിയ ചോദിച്ചാൽ ഡു എന്ന് പറയണം. ഗോസിലെ സഹായിക്രിയ ചോദിച്ചാൽ ഡസ് പറയണം. വെന്റിലെ സഹായിക്രിയ ചോദിച്ചാൽ ഡിഡ് പറയണം. അത്രയേ ഉള്ളൂ. ഇപ്പൊ വോക്ക് എന്ന് പറഞ്ഞ സഹായിക്രിയ ചോദിച്ചാൽ പറയാ ഡു, ഡു വോക്കാണ് അത് ശരിക്ക്. വോക്സ് എന്ന് പറഞ്ഞാൽ ഡസ് വോക്ക്. അതേപോലെ വോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഡിഡ് വോക്ക് എന്ന് പറയണം. അപ്പൊ വേറൊരെണ്ണം പറയാം, റൈറ്റ്സ് എഴുതുന്നു. അപ്പൊ എന്താണ് അതിൽ എസ് ഉണ്ട് അല്ലേ? അപ്പൊ ഡസ് റൈറ്റ് എന്ന് പറയും. റൈറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. അപ്പൊ എന്താ അല്ല എഴുതുന്നു. അപ്പൊ എന്താ പറയുക നിങ്ങൾ? ഡു റൈറ്റ്. റോട്ട് എഴുതി. അപ്പൊ എന്താ പറയുക? ഡിഡ് റൈറ്റ്. അങ്ങനെയാണ് അതിൻ്റെ പേര്. മനസ്സിലായ? വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഫ്ലൈ പറക്കുന്നു. ഏതാ വരും? ഡു ഫ്ലൈ. ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എസ് ചേർന്നുണ്ട്. ഇപ്പോൾ ഡസ് ഫ്ലൈ. പറന്നു ഫ്ലൂ എന്ന് പറഞ്ഞാൽ ഡിഡ് ഫ്ലൈ. അങ്ങനെ പറയണം. അത് സഹായിക്കറി കിട്ടിയല്ലോ. അങ്ങനെ മാറ്റിയതിന് പിരിച്ചതിന് ശേഷം സഹായിക്കറി ശേഷം നോട്ട് വയ്ക്കുക. ഉദാഹരണം നോക്കുക, കുട്ടികൾ പോകുന്നില്ല. ആ പോകുന്നുള്ള എനിക്കൊന്നും മനസ്സിലായി, ഗോ എന്നാണ്. ആ പോകുന്നില്ല എന്നുള്ളതിന് എന്താ പറയുക? ഗോ ആകുമ്പോ ഇത് വേണ്ട അല്ലേ? ഡു നോട്ട് ഗോ. അവൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ പോകുന്നു, ഷീ ഗോസ് അല്ല, ഷീ ഗോസ് എന്നാ പറയുക. അവൾ പോകുന്നു എന്നാണെങ്കിൽ നമ്മൾ പറയുക ഷീ ഗോസ്. അപ്പോൾ ആ ഗോസിന് എന്തുണ്ട്? എസ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡസ് നോട്ട് ഗോ, ഡസ് നോട്ട് ഗോ. അതിൻ്റെ സഹായിക്കരി ഡസ് ആയതുകൊണ്ട് ഡസിന് ശേഷം നോട്ട് വയ്ക്കുക. അവൾ പോയില്ല, വെന്റ് പോയി. അപ്പൊ അതിൽ സഹായിക്കരിക്കാണെങ്കിൽ പോയി പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡിഡ് ഗോ എന്നാണ് വരിക. അപ്പൊ നമ്മൾ അങ്ങനെ പറയുക, ദേ
ഡിഡ് നോട്ട് ഗോ. ഇത്രയും പഠിച്ചാൽ മതി. ഇതും പറഞ്ഞിരിക്കുന്നത് പിരിക്കാൻ പഠിച്ചിരിക്കണം. ആ പിരിക്കാൻ പഠിച്ചതിന് കുറേ ഉപയോഗമുണ്ട്. നമ്മൾ ഇതിന് മാത്രമല്ല കുറേ എണ്ണത്തിന്. അപ്പൊ 3 എണ്ണത്തിലെ സഹായിക്കരി ഇല്ലാത്തുള്ളത് മനസ്സിലായി. ഏതില്? സിമ്പിൾ പ്രസന്റൻസിൽ സഹായിക്കരി കാണില്ല. പക്ഷെ ഏകവചനമാണെങ്കിൽ ഡസും ബഹുവചനമാണെങ്കിൽ ഡുവുമായിരിക്കുന്നു. ഓർത്തിരുന്നാൽ മതി. എന്താണ് ഓർത്തിരിക്കേണ്ടത്? സിമ്പിൾ പ്രസന്റൻസിലെ ഒരു വെർബാണെങ്കിൽ അതിൽ കാണില്ല എന്ത്? സഹായിക്രിയ. അപ്പൊ എന്ത് നോക്കിയാൽ മതി? ഏകവചനമാണെങ്കിൽ ഡസ് സഹായിക്രിയായിട്ട് പറയാ. ബഹുവചനമാണെങ്കിൽ ഡു സഹായിക്രിയായിട്ട് പറയാ. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സഹായിക്രിയ കാണില്ല. അപ്പൊ നമ്മൾ എന്ത് പറയാ? ഡിഡ്. അതിന്റെ ഏകവചനമില്ല ബഹുവചനമില്ല. ഡിഡ് വയ്ക്കുക. വെർബിന്റെ റൂട്ട് പറയണം. ഡിഡ് വെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഡിഡ് കഴിഞ്ഞ പിന്നെ ഗോ എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഡിഡ് ഗോ, ഡിഡ് റൈറ്റ്, ഡിഡ് വോക്ക്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഡിഡ് കഴിഞ്ഞിട്ട് വേണം എന്ത് വയ്ക്കാൻ? ഡിഡ് നോട്ട് വയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും പഠിക്കാനുള്ളൂ. അതൊന്നും സിമ്പിളായിട്ട് ഈ കാര്യം ജസ്റ്റ് ഓർത്തിരുന്നവൻ നെഗറ്റീവ് സെന്റൻസ് പഠനം കഴിഞ്ഞു. ഓക്കെ, നമുക്കൊരു മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബായ്.